തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് നല്ലൊരു അവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകം നമ്മൾ ആദിയോട് അവസാനം വരെ വായിച്ചു നോക്കുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉയർന്നു വരും. എന്താണെന്ന് അറിയാമോ? ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം തന്നെ എടുത്തു നോക്കുമ്പോൾ അതിന്റെ നല്ല ഒരു പങ്ക് അബ്രഹാമും യാക്കോബും കൂടെ തട്ടിയെടുത്ത് കളഞ്ഞു. അവരാണ് അതിനകത്തെ പ്രധാന ഹീറോകൾ. അത് കഴിഞ്ഞ് യോസെഫ്, അവരുടെ ചരിത്രം, ഈ 2-3 വ്യക്തികളുടെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏറെ. നല്ലൊരു ഭാഗം, ഏതാണ്ട് 75% അവർ 3 പേരും കൂടെ ആ ഭാഗത്തെ തട്ടിയെടുത്തു എന്ന് വേണം പറയുവാൻ. വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകം, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ എന്നുള്ള പുസ്തകങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ വീണ്ടും കഥാനായകന്മാർ പ്രത്യക്ഷപ്പെടുന്ന മോശയും യോശുവയും അഹരോനും എല്ലാവരും കൂടെ അവരുടെ ചരിത്രങ്ങളും അവരുടെ മഹത്വങ്ങൾക്കും വേണ്ടി ആ സംഭവങ്ങളെ മുഴുവനും ചരിത്രത്തെ അവർ തട്ടിയെടുത്തു, അവരങ്ങ് മാറ്റിയിട്ടു. വീണ്ടും രാജാക്കന്മാരുടെ കാലത്തേക്ക് വരുമ്പോൾ ശൗലും ദാവീദും ശലോമോനും എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിന്റെ ഒരു പകുതി ഭാഗം തന്നെ ദാവീദ് അങ്ങ് അപഹരിച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഇവർ 2-3 പേരുടെ ചരിത്രം വായിക്കാനാണോ നമ്മൾ ഈ വേദപുസ്തകം ചുമ്മിക്കൊണ്ട് നടക്കുന്നത്? നമുക്കെന്ത് കിട്ടും? ശരിയാണ്, അവരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അത്ഭുതങ്ങൾ ദൈവം അവരിൽ കൂടെ ചെയ്തു. അവരെ വിളിച്ചു, വേർതിരിച്ചു, ദൈവം അവരെ ശുദ്ധീകരിച്ചു, അവരെ കൊണ്ട് വളരെ മഹത്വകരമായ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. പക്ഷെങ്കിൽ നമുക്കെന്ത് കിട്ടും? അതൊരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ അവരെ കുറിച്ച് പഠിച്ചതുകൊണ്ട്, ദാവീദിനെ കുറിച്ച് പഠിച്ചതുകൊണ്ട്, സാലമോനെ കുറിച്ച് പഠിച്ചതുകൊണ്ട്, അബ്രഹാമിനെ കുറിച്ച് പഠിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളായ യാക്കോബിനെ കുറിച്ചും യോസേഫിന്റെ ചരിത്രമൊക്കെ പഠിച്ചതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ ജാതികളായ നമുക്ക്, ജാതികൾ സുവിശേഷത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ വിളിക്കപ്പെട്ട നമുക്ക് എന്ത് പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സംഭവം എന്നെ വളരെയധികം പഴയ നിയമത്തിൽ ചിന്തിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ ശൗൽ രാജാവ് ദാവീദിനോട് ദേഷ്യപ്പെട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പാര പണിയുന്നു എന്നുള്ളതായ ഒരു സംശയം കൊണ്ട് ദാവീദിനെ കൊന്നൊടുക്കുവാൻ അല്ലെങ്കിൽ സംഹരിക്കുവാൻ ശൗൽ രാജാവ് വളരെയധികം പരിശ്രമിച്ചു. അഹീമേലെക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആ ദേശത്തുണ്ടായിരുന്നു, ഇസ്രായേലിലുണ്ടായിരുന്നു. ആരോ അദ്ദേഹത്തിന് പാര വെച്ച് പറഞ്ഞു കൊടുത്തു, അഹീമേലെക്ക് ദാവീദിന് ഭയങ്കര സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒളിച്ചോടാനും ഒളിച്ചിരിപ്പാനും ആയുധങ്ങളെടുത്ത് യുദ്ധം ചെയ്യുവാനും ആഹാരമൊക്കെ കൊടുക്കാനും അദ്ദേഹം ഒളിച്ചു പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുവാൻ ഈ അഹീമേലെക്ക് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശൗലിനൊരു കുബുത്തി അല്ലെങ്കിൽ ഒരു നുണ പറഞ്ഞു കൊടുത്തു. പാരകൾ അന്നും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നുണ പറഞ്ഞു കൊടുത്ത് വൈരാഗ്യം സൃഷ്ടിച്ച് ദൈവമക്കളെ നശിപ്പിച്ചു കളയുന്ന, അല്ലെങ്കിൽ പുരോഹിതന്മാരെയും ശ്രേഷ്ഠരായ ജനങ്ങളെയും ഒക്കെ നശിപ്പിച്ചു കളയുവാൻ വ്രതമെടുത്ത് നടന്ന ചില പാരകൾ അന്നും ഉണ്ടായിരുന്നു. അവരെ പാരയെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. എന്നാൽ ഒരു ദിവസം ശൗൽ വിളിച്ച് അഹീമേലെക്കിനോട് ചോദിച്ചു, ശ്രദ്ധിച്ചു കേൾക്കണം, നല്ല രസമാണ്. അഹീമേലെക്കിനോട് ചോദിച്ചു, അഹീമേലെക്ക്, നീ ഇന്നപോലൊക്കെ ദാവീദിന് സഹായം ചെയ്യുന്നുണ്ടോ? അഹീമേലെക്ക് ശൗലിനോട് പറഞ്ഞതായ ഒരു മറുപടി എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അഹീമേലെക്ക് രാജാവിനോട്, തിരുമനസ്സിലെ സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തനാരുള്ളൂ. രാജാവിന്റെ മരുമകനാണ് അവൻ രാജധാനിയിൽ മാന്യനാണ്. അവൻ ഉപകാരം ചെയ്തതുകൊണ്ട്, അവനെ സഹായിച്ചതുകൊണ്ട് എന്ത് ദോഷമാണ് ഉണ്ടായത്? ധൈര്യത്തോടെ അഹീമേലെക്ക് ചോദിക്കും. ഒരുത്തരും ശൗൽ രാജാവിനോട് പ്രത്യേകിച്ച് താൻ കോപിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ആരും മുതിരുന്നില്ല. പക്ഷെങ്കിൽ പ്രവാചകനായ അഹീമേലെക്ക് ധൈര്യത്തോട് പറയുകയാണ്, ദാവീദിനോളം ഈ സംസ്ഥാനത്ത് വിശ്വസ്തൻ ആരാണുള്ളത്? ദാവീദിൽ കണ്ട വിശ്വസ്തതയുടെ ഫലം എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ശൗൽ പെട്ടെന്ന് അടുത്തു നിന്ന പടയാളികളോട് പറയാണ്, ഈ പുരോഹിതന്മാരെ എല്ലാം വകവരുത്തൻ കഴുത്തുവെട്ടി കൊന്നുകളയാൻ പറഞ്ഞു. എന്നാൽ രാജഭൃത്യന്മാർ പുരോഹിതന്മാരുടെ മേലിൽ
കൈവയ്ക്കുവാൻ മടിച്ചവരെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയുകയാണ്. എന്നാൽ അവിടെ നുണ പറഞ്ഞു കൊടുക്കുവാൻ സാത്താൻ ഏൽപ്പിച്ചതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ദാവീദ്. അദ്ദേഹത്തോട് രാജാവ് വിളിച്ചു പറയുകയാണ്, ദാവീദേ, നീ ഇങ്ങി വന്നാട്ട് ഈ കാണുന്ന പുരോഹിതന്മാരെ എല്ലാം കഴുത്ത് വെട്ടി കൊന്നുകളയണം. അവൻ അതേ പടുതിയെ 85 പുരോഹിതന്മാരെ ശണവസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിക്കുന്നതായ പുരോഹിതന്മാരെ 85 പേരെയും അവരുടെ കുടുംബങ്ങളെയും വിട്ടില്ല, തീർന്നില്ല. അവരുടെ കന്നുകാലികളെയും കഴുതകളെയും സകല വംശ കുഞ്ഞുകുട്ടികളെയും ഭാര്യമാരെയും സ്ത്രീകളെയും ഒന്നടങ്കം വംശനാശം വരുത്തി കളഞ്ഞു. എന്തൊരു സംഭവമാണ്! ഒറ്റ വാക്ക്. എന്താണെന്നറിയാമോ? ദാവീദിനോളം വിശ്വസ്തൻ ഈ സംസ്ഥാനത്ത്, നമ്മുടെ ദേശത്ത്, ഇസ്രായേലിൽ ആരുള്ളൂ? ഇങ്ങനെ പല ചോദ്യം പലപ്പോഴും പലരുടെയും അവസാനത്തിന് കുറിക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ പരമാർത്ഥതയോട് ചോദിക്കും, പക്ഷെങ്കിൽ അത് നമ്മുടെ നാശത്തിന് ഉതകും. ഭയങ്കര സംഭവമായിപ്പോയി. ഇതിനാരും ഉത്തരവാദി? ദൈവം അവിടെ ഇറങ്ങി വരേണ്ടതാണ്. കാരണം ദൈവത്തിന്റെ പ്രവാചകന്മാരാണ്, ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കുന്നവരാണ്. ദൈവത്തോടൊരു ഭയങ്കര ചോദ്യമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാനത്ത് ദാവീദിന്റെ വിശ്വസ്തതയെ പുകഴ്ത്തിയ ഒരു മനുഷ്യന് വേണ്ടി ദൈവം ഇറങ്ങി വരാഞ്ഞത് എന്താണ്? അതൊരു സംഭവമല്ലേ? 85 പേരുടെ കുടുംബങ്ങളെ ഉന്മൂലനം ചെയ്യുക. ഒരു നീതിമാനായ മനുഷ്യനിൽ, ദാവീദിൽ നീതി കണ്ട ഒരു വ്യക്തി. നമ്മളിൽ അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്ത് തോന്നും? നമ്മൾ അങ്ങനെ നിൽക്കുമോ? ഇല്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിയും. പക്ഷേ ഈ അഹീമേലെക്ക് എന്ന് പറയുന്ന വ്യക്തി ദാവീദിന്റെ വിശ്വസ്തതയെയും നീതിയെയും കുറിച്ച് രാജസന്നിധിയിൽ ബോധിപ്പിക്കുവാൻ അല്പം പോലും മടിക്കാഞ്ഞതിന് ഒരു രഹസ്യമുണ്ട്, ഒരു മർമ്മമുണ്ട്. ആ മർമ്മം പഴയ നിയമകാലത്ത് വെളിപ്പെട്ടിരുന്നില്ല, ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ചില ഭക്തന്മാർക്ക് ആ മർമ്മത്തെക്കുറിച്ച് വളരെയധികം ജ്ഞാനമുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. കർത്താവാണ് അതിന് മറുപടി പറയുന്നത്. നമ്മുടെ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുകയാണ്. ഇതെല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്. ആ ദേശത്തുള്ള ഒരു രാജഭൃത്യന്റെ അല്ലെങ്കിൽ ദാവീദിൽ കണ്ടതായ വിശ്വസ്തതയെയും നീതിയെയും കുറിച്ച് മറച്ചു വെക്കാതെ അതിന് സാക്ഷിയായി തീർന്നതിന് പ്രതിഫലം അവൻ എന്ത് കിട്ടി എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു: പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അഹീമേലെക്കിന് ലഭിച്ചതായ പ്രതിഫലം വിശ്വസ്തന്റെ പ്രതിഫലം, നീതിമാന്റെ പ്രതിഫലം. ദാവീദിൽ കണ്ട വിശ്വസ്തത നിമിത്തം അവനെ രാജാവിന്റെ മുൻപിൽ ഏറ്റുപറയുവാൻ ഒരു മടിയും കാണിക്കാതെ അവൻ വിശ്വസ്തയോടെ ആ വാക്ക് പറയുവാൻ അവന് തയ്യാറായെങ്കിൽ അവൻ ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ ദർശിച്ചു. ദാവീദിന്റെ വിശ്വസ്തതയ്ക്ക് ദൈവം എന്ത് പ്രതിഫലം കൊടുക്കുമോ അതേ പ്രതിഫലം എനിക്കും ലഭിക്കും എന്ന് ഉള്ളതായ മർമ്മം അവൻ മനസ്സിലാക്കി. അത് അന്നത്തെ കാലത്ത്, പഴയ നിയമകാലത്ത്, പുരാതന കാലത്ത്, ഭക്തന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാലത്ത് ആ മർമ്മം വെളിവായി വന്നിരുന്നില്ല. എങ്കിലും ക്രിസ്തുവിൽ കൂടെ ആ മർമ്മം ഇതാ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവാചകൻ എന്ന് വെച്ച് ഒരു പ്രവാചകനെ കൈക്കൊള്ളുന്നവനേവനോ അവനൊരു രക്ഷല്ലെങ്കിൽ അവനൊരു പക്ഷെങ്കിൽ പ്രവാചകനല്ലായിരിക്കാം. ഒരു പ്രവാചകനായിരിക്കുവാൻ അവന് പ്രാപ്തി കാണത്തില്ല, അവന് ശേഷി കാണത്തില്ല, അവന് വലിയ ദൂതമൊന്നും വലിയ ഒരു വിശ്വസ്തമായ ജീവിതവും കാണത്തില്ല. പക്ഷെങ്കിൽ അവനിൽ ദൈവം കണ്ടതോ ഒരു പ്രവാചകനെ മാറ്റി കുറയ്ക്കാതെ ആ പ്രവാചകനിലെ പ്രവാചകത്വം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനുള്ള ഒരു സന്മനസ്, ഒരു ദൃഢമായ നിശ്ചയം അവന്റെ ജീവിതത്തിൽ അവന് ദൈവം ദാനമായി കൊടുത്തു. പ്രതിഫലമോ പ്രവാചകൻ എന്ത് പ്രതിഫലം കിട്ടുന്നോ അതിലൊന്നും കുറയ്ക്കാതെ നിനക്കും. നീതിമാന്മാരെ കാണുമ്പോൾ അവരുടെ നീതിയെ കുറിച്ച്
ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനുള്ളതായ ആ സന്മനസ് നിനക്കും എനിക്കുമുണ്ടെങ്കിൽ നീതിമാന്മാർക്ക് ലഭിക്കുന്നതായ പ്രതിഫലം ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീതിയില്ലാത്തവരായി പലപ്പോഴും ബലഹീനരും താഴ്ചയുള്ളവരുമായിരുന്നാലും ശരി, നാം നീതിമാന്മാരെന്ന് വെച്ച് കൈക്കൊള്ളുന്നതായ ആ പ്രവൃത്തി സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ജ്ഞാപക പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നീതിമാന്മാരുടെ പ്രതിഫലം ലഭിക്കും. അതാണ് ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് തരുന്നതായ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സാക്ഷിയുള്ളവരാണ്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാണ്. ഒരു നീതിമാനായിരിക്കുവാൻ, പ്രവാചകനായിരിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ഭക്തനായിരിക്കുവാൻ, തികഞ്ഞൊരു വിശുദ്ധിയുള്ളവനായിരിക്കുവാൻ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും താഴ്ചയും വീഴ്ചയും ഒക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ ദൈവം നമ്മളിൽ ഒരു ദിവ്യ സ്വഭാവം നമുക്ക് തന്നിട്ടുണ്ടോ? ഒരു പ്രവാചകനെ കാണുമ്പോൾ അവനെ നിന്ദിക്കാതെ, അപമാനിക്കാതെ അവനെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു സ്വഭാവം. ഒരു നീതിമാനെ കാണുമ്പോൾ ആ നീതിയുടെ മുഖത്ത് അനീതി ഉച്ചരിക്കാതെ, അനീതിയെ നീ ഏഷണി പറയാതെ, മറ്റുള്ളവരോട് അനീതിയെ കുറിച്ച് അവനെയുള്ളതായ അനീതിയുടെ മുഖത്തെ വെളിപ്പെടുത്താതെ അവനിലുള്ള നീതിയെ വെളിപ്പെടുത്തുവാനുള്ളതായ ഒരു വെളിപ്പാടും നിശ്ചയവും നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനാൽ നിന്റെ അനീതിയെ പരിഹരിക്കുവാനുള്ളതായ ഒരു വലിയ ഭാഗ്യം ദൈവം നിനക്ക് തന്നിരിക്കുന്ന വരമായിട്ടാണ് നീ കാണേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പല നീതിമാന്മാരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. നീതിമാന്മാരെന്ന് പറയുന്നവരെ കാണുവാൻ കഴിയും, ഭക്തന്മാരെ കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ ആ ഭക്തന്മാരൊക്കെ എഴുന്നേറ്റ് നിന്നാൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ഒരവസരം കിട്ടുമെങ്കിൽ വേറൊരു ഭക്തന്റെ ജീവിതവും അവന്റെ ഭക്തിയും അശേഷം മുടിച്ചു കളയുന്നതായ വാക്കുകൾ അവരിൽ നിന്ന് വരും. അത് ദൈവം ക്ഷമിക്കുന്ന കാര്യമല്ല. നീ ചെയ്ത പ്രവൃത്തിയും നീ ചെയ്ത നീതിയും നിന്നെ പിന്തുടർന്നു വന്നതായ ഭക്തിയുമെല്ലാം ദൈവം അവിടെ വെച്ച് അതിലൊരു അറുതി കൽപ്പിക്കുന്നു. എന്നാൽ ഒരു ഭക്തൻ എന്ന് വെച്ച് ഒരു ഭക്തനെ കൈക്കൊള്ളുന്നവൻ, പ്രൈസ് ദി ലോർഡ്, അവന്റെ ജീവിതത്തിലെ ഭക്തിയുടെ നിലപാടുകളെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ അതിനെക്കുറിച്ചുള്ളതായി ഒരു കുറ്റാരോപണം നടത്താത്ത ഒരു കുടുംബമാണ് നിന്റെ ജീവിതത്തിലെങ്കിൽ നിനക്കുള്ളതെങ്കിൽ, ദൈവം നിനക്ക് തന്നിട്ടുള്ളതെങ്കിൽ, നീയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഭക്തനെയും നീതിമാനെയും ഒരു പ്രവാചകനെയും പരിഹസിക്കുന്ന വീടല്ല നിന്റെ വീടെങ്കിൽ, ആ ഭവനത്തിന്മേൽ പ്രവാചകന്മാർക്കും നീതിമാന്മാർക്കുമുള്ളതായ പ്രതിഫലം ആ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ നീ പോകുന്നിടത്തൊക്കെയും നിന്റെ വഴി അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി നീതിമാന്മാരെ കണ്ടാൽ ആ നീതിമാന്മാരെ നീതിമാന്മാരെന്ന് കൈക്കൊള്ളുന്ന ഒരു സ്വഭാവം ദൈവം നിനക്ക് നീതിയായി കണക്കിടും. നീ അനുഭവിക്കുന്നതായ പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നിന്ദകളും അപമാനങ്ങളും ദാവീദിന് മാത്രമല്ല, ദാവീദിന്റെ നാമത്തിൽ മരണപ്പെട്ടതായ അഹീമേലെക്കിനും കുടുംബത്തിനും ദൈവം പങ്കുവെച്ചു. ദാവീദിന് ദൈവം ധാരാളം പ്രതിഫലം, ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിന്റെ നല്ലൊരു ഭാഗം ദാവീദിന് പേരിൽ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെല്ലാം ഒരുപക്ഷെങ്കിൽ ദാവീദിന്റെ പേരിലായിരിക്കാം അതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ശലോമോന്റെയും അബ്രഹാമിന്റെയും യാക്കോബിനെയും ജോസഫിനെയും മുൻ കാണിച്ചുകൊണ്ട് വേദത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവരെ പ്രവാചകന്മാരെന്നും നീതിമാന്മാരെന്നും ദൈവത്താൽ നയിക്കപ്പെട്ട ഭക്തന്മാരെന്നും പിതാക്കന്മാരെന്നും നീ ഏറ്റുകൊള്ളുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ദൈവം നിനക്കും കൂടെ പങ്കുവയ്ക്കുന്നു, നിന്റെ കുടുംബത്തിനും വേണ്ടി പങ്കുവയ്ക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമം ദൈവത്തിന്റെ മഹത്വമായ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. ഭക്തന്മാരെന്ന് കണ്ട് അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രവാചകനെ കാണുമ്പോൾ പ്രവാചകൻ എന്ന് വെച്ചുകൊണ്ട് അവനെ അംഗീകരിക്കുന്നതായ ഒരു മനോഭാവം, ഒരു ഭക്തിയുടെ ആ പുരസ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടതായി പ്രതിഫലത്തിന്റെ പങ്കുവഹിക്കുകയാണ്. ആ പങ്കിനാൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ, ആ പങ്കിനാൽ നാം ശ്രേഷ്ഠതയുള്ളവരായി തീരുവാൻ, നാം എത്ര പ്രയാസങ്ങളിൽ കൂടെ പോയിരുന്നാലും നാം അനുഭവിക്കുന്ന യാതനകൾ ഒന്നും വെറുതെ ആയില്ല എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിശ്ചയം ദൈവം ആ ജ്ഞാനത്താൽ തരുന്നു. ആ ജ്ഞാനത്തിൽ നാം വളരുവാൻ തക്കവണ്ണം ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless you.